അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പം കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ കുട്ടികൾ തമ്മിൽ പറയുകയാണ് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാമെന്ന്. അപ്പം സത്യ ചോദിക്കുന്നുണ്ട്, നിനക്കിത് അറിയോ പപ്പി എന്ന് ചോദിക്കുന്നുണ്ട്, വീട് അറിയുമെന്ന്. അപ്പോൾ പപ്പി പറയുന്നു വീട് അറിയാമെന്ന്, എന്നാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവരങ്ങനെ നമ്മുടെ ജഗദീവിൻ്റെ അല്ലെങ്കിൽ മറ്റേ സുസ്മിയുടെ വീട്ടിലേക്ക് എത്തുന്ന കോളിംബെല്ലടിക്കുന്ന രംഗത്തിലാണ് ഇന്നലെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നിപ്പം കോളിംബെല്ല് കുട്ടികൾ കുറേ നേരം അടിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സത്യഭാമ പല കടകളിൽ കയറി ഇറങ്ങി ഈ പലഹാരം വിൽക്കാനായി നോക്കുന്നു, പക്ഷെ ആരും മേടിക്കുന്നില്ല. അപ്പോൾ ഒരു കടയിലെത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വെച്ചോളാൻ പറയുന്നു. അപ്പോൾ അവിടുത്തെ ഓണറുടെ വൈഫ് എന്ന് പറയുന്നത് പണ്ട് ഒരു ദിവസം ഇവരുടെ വീട്ടിൽ പലിശയ്ക്ക് പണം ചോദിക്കാൻ ചെന്നപ്പോൾ ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വൈരാഗ്യം ഉള്ളതുകൊണ്ട് അവർ പറയും ഇവിടെ പലഹാരങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ തിരിച്ചു വെച്ചതൊക്കെ എടുത്തോളാൻ പറയും. അപ്പോൾ സത്യഭാമയ്ക്ക് അത് ഭയങ്കര വിഷമമാവുന്നു. അങ്ങനെ വെച്ച സാധനങ്ങളെല്ലാം തിരികെ എടുത്ത് ഇങ്ങനെ ഓരോ കടകൾ തോറും ഇറങ്ങി നടക്കുകയാണ്. എല്ലാ കടകളിലും ഇതൊന്നും ഇവിടെ വെക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് സത്യഭാമയും പൊന്നിയും ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ വിഷ്ണു ഇവരെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചന്ദ്രബോസ് വന്ന് വിഷ്ണുവായിട്ട് ചെറിയ രീതിയിൽ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉടക്കം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മയും പൊന്നിയും ഇങ്ങനെ സാധനങ്ങളുമായിട്ട് വഴിയോരത്തൂടെ വെയിലും കൊണ്ട് നടക്കുന്നത് കാണുന്നത് വിഷ്ണുവിന്. അപ്പോൾ അത് ഭയങ്കര സങ്കടമാവുന്നു. അങ്ങനെ വിഷ്ണു പെട്ടെന്ന് തന്നെ ലോറിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് കൂട്ടുകാരനാണെങ്കിൽ വണ്ടി കയറില്ല, അവൻ പുറകെ ഓടുന്നു. പക്ഷേ വിഷ്ണു വിട്ടടിച്ച് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കുട്ടികൾ കുറേ നേരം കോളിംഗ് ബെല്ലടിക്കുന്നു, ആരും തുറക്കുന്നില്ല. അപ്പം നമ്മുടെ സത്യം പറയും ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ പപ്പിമോള് പറയും ഇല്ല വെയിറ്റ് ചെയ്യ് വരും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഈ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ജഗദീവ് ആണെങ്കിൽ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജഗദീവിന് ദേഷ്യം വരുന്നത് ഇത് ആരാണോ എന്തോ, ഇനി വല്ല തല്ലുമായിട്ടാണോ. ഈ ചന്ദ്രബോസ് ഇവിടെ വരുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, ഏത് നേരം അടി പ്രതീക്ഷിക്കാം. അതേസമയം നമ്മുടെ രോഹിതാണെങ്കിൽ അവിടെ വെള്ളം അടിച്ച് കുതിരയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ എന്തായാലും ജഗദീവ് വിചാരിക്കുന്നത് എന്തായാലും പോയി തുറക്കാമെന്നും പറഞ്ഞ് തുറക്കുകയാണ്. തുറക്കുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറയുന്ന നിങ്ങൾ ആരാന്ന് ചോദിക്കും, ഞാൻ എൻ്റെ അച്ഛനെ കാണാനാണ് വന്നത്. അപ്പോൾ ജഗദീവ് സ്വയം തന്നെ ചോദിക്കുകയെ എൻ്റെ മക്കളോ, എനിക്കിങ്ങനെ മക്കളില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പം നമ്മുടെ ശ്യാമ പറയും അത് പിന്നെ ഞാൻ കലക്ടർ ശാലിനിയുടെ മകളാന്ന് പറയും. അപ്പം ജഗദേവിന് പിടികിട്ടി, ഓ നിങ്ങളായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയുന്ന എതിർത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അകത്തേക്ക് ചെല്ലുന്നു. രോഹിത്തിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ലോകത്തിൻ്റെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതേ സമയത്താണ് സുസ്മിത ഇത് കാണുന്നത്. സുസ്മിതയ്ക്ക് എങ്ങനെയും ഇത് തടഞ്ഞല്ലേ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ രോഹിത് ഈ കുട്ടിയെ കണ്ടപ്പോൾ സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ നമ്മുടെ സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ അങ്ങോട്ടേക്ക് അടുക്കുക. അത് തടയിടാൻ വേണ്ടി തന്നെ കുഞ്ഞുങ്ങളോട് പറയും ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും പോകില്ല എന്ന് പറയും. അപ്പോൾ ജഗദീപ് ആണെങ്കിലും വഴക്ക് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളോട് അങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ സുസ്മിതയാണെങ്കിൽ രണ്ട് കുട്ടികളെയും ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ കുട്ടികൾ രണ്ടും പുറത്തേക്ക് വീഴുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ അമ്മ ഇങ്ങനെ നടക്കുന്നത് വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് ചെല്ലുന്ന സീനുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.